ആലുവയിൽ വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നേരെ ഭീഷണിയും അസഭ്യവർഷവും നടത്തി വഴിയോര കച്ചവട സംഘം. റോഡരികിൽ കച്ചവടം നടത്തുന്ന സംഘമാണ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത്. ആലുവ ദേശീയപാതയോരത്തെ വഴിയോര കച്ചവടം ഒഴിപ്പിക്കാനെത്തിയ വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നേരെയാണ് കച്ചവട സംഘം പരസ്യമായി അസഭ്യവർഷം നടത്തുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തത്. ആലുവ ദേശീയപാത ബൈപ്പാസിൽ സമാന്തര റോഡരികിൽ ആളെ ഇരുത്തി കച്ചവടം നടത്തുന്ന സംഘമാണ് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം കച്ചവട സംഘം ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടായി. രണ്ടാഴ്ചക്കുള്ളിൽ 3ാം തവണയാണ് ദേശീയപാത ആലുവ ബൈപ്പാസിനോട് ചേർന്ന സമാന്തര റോഡരികിലെ വഴിയോര കച്ചവട സംഘത്തെ നഗരസഭ ഒഴിപ്പിക്കുന്നത്. ദേശീയപാത സമാന്തര റോഡിലെ ഏറ്റവും തിരക്കേറിയ ഭാഗമാണിവിടം. കച്ചവട സംഘത്തെ ഒഴിപ്പിച്ച് ജീവനക്കാർ മടങ്ങുന്നതോടെ വീണ്ടും ഇവർ സാധനങ്ങളുമായി തിരിച്ചെത്തും. റോഡരികിൽ പല സ്ഥലത്തും ഇതര സംസ്ഥാന തൊഴിലാളികളെ വെച്ച് കച്ചവടം നടത്തുന്നതിന് പിന്നിൽ ഒരേ സംഘമാണെന്ന് ജീവനക്കാർ പറയുന്നു. ഇപ്പൊ ഇവിടെ നടക്കുന്ന കച്ചവടങ്ങൾ ഒരു 1, 2, 3 വ്യക്തികൾ മറ്റു ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അടക്കി ആ പ്രദേശം അടക്കി ഒരു മാഫിയ പോലുള്ള രീതിയിൽ കച്ചവടം നടത്തി വരുമാനം നേടുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടുവരുന്നത്. ശരിക്ക് ഇതിന്റെ ഗുണഫലം കിട്ടേണ്ട തെരുവോര കച്ചവടക്കാർ അവർക്ക് ഇതിന്റെ ഒരു ഗുണഫലം കിട്ടുന്നുമില്ല. അവര് മിക്കവാറും ആ രംഗത്ത് നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്തു. ഗതാഗത കുരുക്കിന് പുറമെ റോഡ് കയ്യേറി നടത്തുന്ന വഴിയോര കച്ചവടങ്ങൾ കൂടിയാകുമ്പോൾ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കാൻ പോലും ആകുന്നില്ലെന്ന പരാതിയെ തുടർന്നാണ് നഗരസഭ നടപടിക്കിറങ്ങിയത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ നഗരസഭാ സെക്രട്ടറി റൂറൽ എസ്.പിക്ക് പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.